കേറി വേണം മക്കളെ. ഹായ് ഫ്രണ്ട്സ്, കിളവീസ് ബ്ലോഗ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമുക്കിനി പാഴ്വസ്തുക്കൾ കൊണ്ട് ഒരു ഹാങ്ങിങ് ഗാർഡൻ നിർമ്മിക്കാം. എല്ലാവരും റെഡിയല്ലേ? ഉപയോഗശൂന്യമായ 3-4 മൺകലങ്ങളെടുത്ത് താഴെ 2-3 ഹോൾ ഇടുക. വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയാണ്. ഇനി ചകിരിക്കയർ ഉപയോഗിച്ച് നമുക്ക് കലത്തിൻ്റെ പുറത്ത് 3-4 റൗണ്ട് ചുറ്റി കൊടുക്കാം. അതിനുശേഷം ഉപയോഗിച്ച് പൊട്ടിക്കാം. 1 മിനിറ്റ് പശ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഒരുപാട് ടൈറ്റാക്കി പാവം കലത്തിനെ പൊട്ടിക്കല്ലേ. പിന്നെ പശ കയ്യിലൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മൾ 4 കലത്തിലും കയറി ചുറ്റി കഴിഞ്ഞു. കലത്തിനകത്ത് ചെറിയ മിറ്റിലോ കുറച്ച് ഓടും കഷ്ണമോ ഇടുക. അതിനുശേഷം നമുക്ക് കുറേ അധികം കരിയില നുറുക്കി അതിന് മുകളിലായിട്ടിടുക. ഇനി നമുക്ക് കറ കളഞ്ഞ ചിന്തേരും കുറച്ച് മണലും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്ത് പോട്ടി മിക്സ് എടുത്ത് കലത്തിൻ്റെ 3/4 ഭാഗം നിറയ്ക്കാം. ചകിരിച്ചോറിനേക്കാൾ വളരെ വിലക്കുറവുണ്ട്. തുടർന്ന് നമുക്ക് കലത്തിൻ്റെ പുറത്ത് നടുവാനുള്ള ഹാങ്ങിങ് പ്ലാന്റ് എടുത്ത് കലത്തിൻ്റെ അകത്ത് സൈഡ് ചേർത്ത് ഇതുപോലെ നട്ടുകൊടുക്കാം. നട്ട് കഴിഞ്ഞ് 3-4 റൗണ്ട് നൂലിട്ട് ചുറ്റിക്കെട്ടുക. കലത്തിനകത്ത് ചെടികൾ നടുക. ശേഷം പോട്ടി മിക്സ് നിറയ്ക്കുക. അടുത്തതായിട്ട് ചൂണ്ടനൂൽ ഉറി പോലെ കെട്ടിയിട്ട് കലങ്ങൾ അതിനകത്ത് വയ്ക്കുക. ഉപയോഗശൂന്യമായ ഒരു ഫാനിൻ്റെ റൗണ്ട് ടോപ്പ് എടുത്ത് തിരിച്ച് വെച്ചിട്ട് അതിനകത്ത് പോട്ടി മിക്സ് നിറയ്ക്കുക. ചുറ്റിലും ഞാൻ 10 മണിച്ചെടിയും ക്ഷീരം പ്ലാന്റുമാണ് നട്ടിരിക്കുന്നത്. 10 മണിച്ചെടി പൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാർഡൻ അതിസുന്ദരിയാകും. നടുക്ക് ഡയാന്തസ് ചെടിയും നട്ടിട്ടുണ്ട് ഞാൻ. ഫാൻ ഹാങ്ങിങ് ആയി ഇടുക. കലത്തിനെ ഫാന് ചൂണ്ടനൂൽ ഉപയോഗിച്ച് തൂക്കിയിടുക. അകലെ നിന്ന് നോക്കുമ്പോൾ ചൂണ്ടനൂൽ കാണത്തില്ല. കലം വായു നിൽക്കുന്നത് പോലെ തോന്നുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. തുടർന്ന് വെള്ളം സ്പ്രേ ചെയ്യുക. ദേ നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ റെഡി. ദേ നമ്മുടെ ഹാങ്ങിങ് ഗാർഡൻ റെഡി.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.